അധ്യക്ഷൻ സണ്ണി ജോസഫ് കണ്ണൂർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ചിലപ്പോൾ ഉണ്ടാവും. കുറവൊന്നുമില്ല, സംതൃപ്തി നന്നായിട്ടുണ്ട്. വളരെ ശുഭോദർക്കമായ ചർച്ചയും തീരുമാനമാണ്. തീരുമാനം ഹൈക്കമാൻഡ് അറിയിക്കും. അതിൽ വിവാദ നടപടികളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ഞങ്ങളെല്ലാവരും ചേർന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങി. നല്ല തീരുമാനം ഉണ്ടാവും. എല്ലാവരും ചോദിച്ച് നന്നായിട്ട് വളരെ നേരത്തെ ഉണ്ടാവും ഞാൻ കരുതുന്നു. അത് പറയുന്നില്ല. അത് ഞാൻ ഡേറ്റ് ഞാൻ പറയുന്നില്ല. അതെ, അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്നലെ തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, ഞങ്ങള് അതൊക്കെ അവരാണ് ഹൈക്കമാൻഡാണ് പറയുന്നത്. തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഖാർഗെജിയും രാഹുൽജിയാണ്. ഒരു മുഖ്യമന്ത്രിയെ കാണേണ്ടതല്ലേ. ഇനി എന്തെങ്കിലും മാനദണ്ഡം പരിഗണിക്കപ്പെടുന്നു? മാനദണ്ഡമൊക്കെ അവരുടെ മുമ്പിൽ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. അതെല്ലാം പരിഗണിക്കും. ആവശ്യം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഘടകകക്ഷികളായിട്ട് അതൊക്കെ അവരാ തീരുമാനിക്കേണ്ടത്. താങ്ക് യു. ഇന്നുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? നോക്കാം നമുക്ക്. സണ്ണി ജോസഫ് ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ വഴിയാണ് കൊച്ചിയിൽ കണ്ണൂർ എത്തിയത്. അപ്പോൾ അവിടെ നിന്ന് അത് പ്രതികരിക്കാതെ ഇന്നുണ്ടാവും ചോദിച്ചാൽ അങ്ങനെ പറയുന്നില്ല എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. ഞായറാഴ്ച ഉണ്ടാകുന്നു. അപ്പൊ ഞായറാഴ്ച എല്ലാ ആഴ്ചയും ഞായറാഴ്ച ഉണ്ടാവുമല്ലോ. കൃത്യമായിട്ട് പറയുന്നില്ല. മാത്രമല്ല ഇന്നലെ ദീപാദാസ് മുൻഷി പറഞ്ഞത് ഡ്യൂ ടൈം എന്നാണ്. ഡ്യൂ ടൈം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ജോത്സ്യന്മാര് കവടി നിരത്തിയിട്ട് കവടി അനങ്ങുന്നില്ലെന്നാ പറയുന്നത്. സ്റ്റക്കായിട്ട് നിൽക്കും. രാവിലെ തഗ്ഗോട് തഗ്ഗ കേട്ടോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.